നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി കുടിച്ചാൽ മതി. കഴിച്ചിട്ടില്ല, അതുകൊണ്ടല്ലേ ഞാൻ പറയണത്. എടുത്തിച്ചാളെ, ചൂടോടെ കഴിച്ചാളെ. നിങ്ങൾക്കിത് എന്തേലും ഒരു വർത്താനം പറയുന്നതിന് ഇടയിൽ കാണാം ഒരു കഞ്ഞുകുടി. ഓനെ പറ്റില്ല. അപ്പൊ എങ്ങോട്ടാണ് രണ്ടും കൂടി? ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. പുറത്തേക്കാ? പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഇപ്പൊ സമയം എത്രയായിന്ന്? ഞങ്ങള് അവിടെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചിട്ടേ ഉമ്മാക്ക് ഉപ്പാക്കുള്ള കഞ്ഞി അവിടെ ടേബിളിൽ വെച്ചിട്ട് ഉമ്മാക്കുള്ള ചപ്പാത്തി. ഉമ്മാക്കും ഉപ്പാക്കും കഞ്ഞി. നിങ്ങൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുക. അല്ല, ഉമ്മാക്ക് ചപ്പാത്തി ഉപ്പാക്ക് കഞ്ഞിയാണ്. എന്നാലേ ഇവിടെ ഈ കുടുംബത്തിൽ നിന്ന് ആരും ഈ രാത്രി 8 മണിക്ക് ശേഷം ആരും പുറത്തേക്ക് പോവില്ല. നിങ്ങളും പോവണ്ട. എപ്പോഴും പോകണമെന്നില്ലല്ലോ. എപ്പോഴും പോകണം. എന്തിനാണ് ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്? എപ്പോഴും പോവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓള് പറഞ്ഞു. അപ്പൊ ഓളോട് ഞാനാ പറഞ്ഞു. ഓള് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓളോട് അങ്ങോട്ട് പറഞ്ഞു. അതിപ്പോ നീ ഓള് കേൾക്കാനായിട്ട് ഓളെ ഒന്നൊന്നും നന്നാക്കി പറഞ്ഞോണ്ട് കാര്യമില്ല. ഈ ഇങ്ങനെ ഏത് നേരം ഓളുടെ പുറകെ ഇങ്ങനെ നടന്നാണ് നീ ഇങ്ങനെ കേടായത്. ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ്ട. എന്ത് വർത്താനങ്ങൾ പറയണ? ഒരു പുറത്ത് പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കണത് പുറത്തേക്ക് പോകണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ കുന്തം വിഴുങ്ങിയിരിക്കാതെ ഓള് വെട്ടിച്ചു പോണണ്ട. എന്തൊരു പെങ്കോന്തനാടാ. ഓള് പറയണ എന്താ അതും കേട്ടോണ്ട് ഇങ്ങനെ. അത് ശരി, പുറത്തു പോയി ഭക്ഷണം കഴിക്കണ പെങ്കോന്തനാ? അങ്ങനെ ഇവിടുത്തെ ഏറ്റവും വലിയ പെങ്കോന്ത ഇരിക്കണ എന്റെ ഉപ്പയാണ്. അതെന്താ? അതെന്താന്നാ എത്ര പ്രാവശ്യം നമ്മളെ കൊണ്ടുപോയിട്ട് പഴംപൊരിയും സുഖിയനും ഉള്ളിവടയും പൊറോട്ടയും ബീഫും എന്തൊക്കെ വേണോ കൊണ്ടുപോയിട്ട് മേടിച്ചെന്നില്ലേ? എത്ര പ്രാവശ്യം വലിയ തട്ടുമുറത്തുനിന്ന് ഫുഡ് തന്നിട്ട് നമുക്ക് എത്ര സിനിമക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൂപ്പരല്ലേ ഏറ്റവും വലിയ പെങ്കോന്ത. വെറുതെ അലക്ക തന്നെ ഓരോന്നിരുന്നിട്ട് ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ കോന്തനായി പെങ്കോന്തനായി. ഏത് ലോകത്തങ്ങളൊക്കെ ജീവിക്കണ് പറഞ്ഞു കൊടുക്കിങ്ങള്. നിങ്ങൾ മുണ്ടാ കുത്തിരുന്നോ? വലിയ വർത്താനം പറഞ്ഞു.